നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മെയ് 14 മുതൽ 31 വരെയുള്ള നക്ഷത്ര ഫലമാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ്. ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇതുമൂലം ഇവരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അതിനുവേണ്ടി ഒരു ക്രമം ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള പൊതുഫലമാണ്. ഏത് പ്രായത്തിലുള്ള തിരുവാതിര നക്ഷത്രക്കാർക്കും സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെയുള്ള ഫലമാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിലൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുവാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അത് അത്ര അഭികാമ്യമല്ല. ചില കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ തൊഴിലിൽ ഒരു മന്ദത കാണുന്നത്. അത് നിങ്ങൾ വലിയ കാര്യമാക്കി എടുക്കേണ്ട, കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്. മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല. നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയദാർഢ്യവും ഒക്കെ മാതൃകാപരമാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നതാണ്. എന്നും വീട്ടിൽ നിന്ന് പോയി വരുന്നവരൊക്കെ ആണെങ്കിൽ മാസത്തില് ഒരു തവണയൊക്കെ വീട്ടിൽ വന്നു പോകാനുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഉദ്യോഗമാറ്റം ഉണ്ടാകാം. തൊഴിലില് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് താരകാസ്ഥിതി അത്ര ശുഭകരമല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. സമ്മർദ്ദത്തിലാവാതിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്കൊക്കെ അലസതയും ഉദാസീനതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ്. വലിയ സമ്മർദ്ദത്തിലേക്ക് പോകാതിരിക്കുക. പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാണ്. അത് ഉണ്ടാവാതിരിക്കുക. വിദ്യാർത്ഥികളൊക്കെ പുനഃപരീക്ഷയിലൊക്കെ വിജയിക്കുന്ന ഒരു സമയമാണ്. ചില വിഷയങ്ങളൊക്കെ പോയിരുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയൊരു സമയമാണിത്. നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തികളൊക്കെ ഒന്ന് വിജയപഥത്തിൽ എത്തിക്കുവാനായിട്ട് നിങ്ങൾ കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സഹപ്രവർത്തകരുടെയൊക്കെ സഹായം നിങ്ങൾ തേടുന്നതാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം നിങ്ങൾ തേടുന്നതാണ്. ചില ആളുകളൊക്കെ ചില സമയങ്ങളിൽ നമ്മളെ പരിഹസിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കി എടുക്കരുത്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. പണം കടം കൊടുക്കാതിരിക്കുക, ജാമ്യം നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ പണം കടം വാങ്ങുക, ഇതൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ചില ചിട്ടുകളൊക്കെ നമ്മൾ ചെയ്യില്ല, അതൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചില സഹായ അഭ്യർത്ഥനകളൊക്കെ മറ്റുള്ളവരുടെ നിരസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സജ്ജനങ്ങളുടെയൊക്കെ ഒരു ശത്രുത വർദ്ധിക്കുന്നതാണ്. അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചിന്താമണ്ഡലങ്ങളിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പല ആശയങ്ങളും വന്നു ചേരുന്നതാണ്. അത് വളരെ നല്ലതായിരിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എങ്കിലും ഈ 14 മുതൽ 31 വരെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് അത് അത്രമേൽ ഉറപ്പുണ്ടെങ്കിൽ ഈ മെയ് 31 ശേഷം അത് ചെയ്യുക എന്നുള്ളതാണ്. സൗമ്യമായിട്ടുള്ള സമീപനത്തില് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ അവതരിപ്പിക്കുന്ന അവതരണ ശൈലിയിലൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ടാവണം. അതിലെ അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് അറിവുള്ളവരെ പോലെ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതിലൊക്കെ നിങ്ങൾക്ക് അബദ്ധം പിണയുവാനുള്ള സാധ്യതയുണ്ട്. അത് മുൻപോട്ടുള്ള ജീവിതത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാര രീതികളൊക്കെ ഭദ്രതയല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നൊക്കെ നിങ്ങൾ യുക്തിപൂർവം പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ സമയത്ത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളൊരു അഹോരാത്ര പരിശ്രമം തന്നെ ഈ ദിവസങ്ങളിൽ ഒന്ന് നടത്തുക. ജീവിതം കൂടുതൽ സുഖകരമായി പോകുന്നതിനായിട്ട് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഒരു
കഠിന അധ്വാനം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾക്ക് മേന്മയാണെങ്കിലും മാനസികമായിട്ട് ചില സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് വന്നാലും ഞാൻ നേരിടുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വലിയ കാര്യമില്ല. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റു മതസ്ഥരാണെങ്കിൽ അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമൊക്കെ ശരിയാണെങ്കിൽ മാത്രം ഒരാളെയെങ്കിലും സഹായിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ സഹായം സ്വീകരിക്കുന്ന ആള് അതിനർഹനാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന ഒരാളെ നിങ്ങൾ യാതൊരു കാരണവശാലും സഹായിക്കേണ്ട കാര്യമില്ല. അതില് പലർക്കും എതിർപ്പുണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അയാളെ സഹായിച്ചാൽ എന്താണെന്ന്. എന്നാൽ ആ ലഹരി പദാർത്ഥങ്ങൾ ഒരാളെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പണം കൊണ്ട് ഇയാൾക്ക് വേണമെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ അതിനർഹനാണെങ്കിൽ മാത്രം സഹായിക്കുക, ഇല്ലെങ്കിൽ സഹായിക്കരുത്. അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കണക്കാക്കപ്പെടുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.